തടയൽ നിർബന്ധമാണ്. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ദീർഘമായ ഫത്വയാണത് എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. ഇമാം ശാഫി എന്താ നിങ്ങൾ പറഞ്ഞത്? ഒരു ഫളുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. അതാണോ ഇസ്ലാമിന്റെ ഇമാം ശാഫി മനസ്സിലാക്കിയ വിധി? എങ്കിൽ നിങ്ങൾ പറഞ്ഞ ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി എന്താ പറഞ്ഞത്? വജവാസു ഖുറൂജിൻ നിസായി ഇലൽ മസാജിദി ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈലി, രാത്രിയിൽ സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പള്ളിയിലേക്ക് പോകൽ അനുവദനീയം. ഏത്? ഇമാം ശാഫി പാടില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല, പൂർവികർ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയാണോ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇത് പറഞ്ഞത്? ഇബ്നു ഹജർ അസ്ഖലാനി പറയാ എന്താ പറയുന്നത്? വജവാസു ഖുറൂജിൻ നിസായി ഇലൽ മസാജിദി, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയം. ലിശുഹൂദി സ്വലാത്തി, എന്തിന്? നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. ഫിൽ ലൈലി, രാത്രിയിൽ. വയൂഖദു മിൻഹു ജവാസുഹു ബിന്നഹാരി മിൻ ബാബി ഔലാ, അപ്പൊ പകലേതായാലും പോകാം, കാരണം പകലിനേക്കാൾ കുഴപ്പത്തിന് സാധ്യത രാത്രിയാണ്. ആ രാത്രി ഏതായാലും പോകാമെങ്കിൽ പകൽ ഏതായാലും പോകാമല്ലോ. അവർക്കോ അവരെ കൊണ്ടോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവാത്തപ്പോഴാണിത് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. ഇമാം ശാഫി പറഞ്ഞത് നിങ്ങൾക്കോ മനസ്സിലായില്ല, ഇമാം ഇബ്നു ഹജറിന് മനസ്സിലായില്ലേ? ഇമാം ശാഫി പറഞ്ഞത് നിങ്ങൾക്കോ മനസ്സിലായില്ല, ഇമാം നവവിക്കും മനസ്സിലായില്ലേ? വഫീഹി, ഇതിലുണ്ട് എന്താണുള്ളത്? ജവാസു സലാത്തിൻ നിസായി മഅ റിജാലി ഫിൽ മസ്ജിദി, പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാമെന്ന് ഇതിലുണ്ട് എന്നിമാം നവവി വിശദീകരിക്കുന്നു. അതൊക്കെ കൊണ്ടാ ചോദിച്ചത് ഇമാം ശാഫി ഈ വിഷയത്തിൽ പറഞ്ഞ വിധി എന്ത്? ആ വിധിയാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ആ വിധി പിൽക്കാലത്ത് വന്ന ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. ഇബ്നു ഹജർ രേഖപ്പെടുത്തി, ഇമാം നവവി അത് രേഖപ്പെടുത്തി, അതേപോലെ പൂർവികരായ പണ്ഡിതന്മാർ മുഴുവൻ അത് രേഖപ്പെടുത്തി. അതിൽ നിന്ന് വ്യത്യസ്തമായി പുത്തൻ വാദവുമായി നിങ്ങൾ വന്നതുകൊണ്ടാണ് ശാഫി മദ്ഹബിനെ അംഗീകരിക്കുന്ന ഒരാളും പറയാത്ത പുത്തൻ വാദവുമായി നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങളത് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത് പുത്തൻ വാദമാണ് എന്ന് ആരും പറയാത്ത ഒരു വാദമാണ് നിങ്ങളുടേത് എന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഉരുളുമ്പോൾ, നിങ്ങൾ അതേപോലെ പ്രാണം കാണിക്കുമ്പോൾ, നിങ്ങളുടെ വിറളി കാണുമ്പോൾ ആളുകൾക്കത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അനുയായികൾ പോലും നിരാശരായിരിക്കുന്നു. എന്തിനാണ് ഇയാൾക്ക് വേണ്ടി ചിരിച്ചു കൊടുക്കുന്നത് എന്ന് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഒക്കെ അടങ്ങിക്കഴിഞ്ഞു. ഈ കായക്കൊടിക്ക് എന്ത് പേരാ കൊടുക്കുക അപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഷാഫി മദ്ഹബിലെ കിതാബ് വായിച്ച മൂപ്പര് പറഞ്ഞു നിങ്ങൾ ഷാഫി ഇമാമിനെ വായിക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ കിതാബുൽ ഇഖ്തിലാഫുൽ ഹദീസ് ഷാഫി ഇമാമിന്റെ കിതാബ് അങ്ങ് വായിച്ചപ്പോ ഇപ്പൊ മിണ്ടിയില്ല, അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. ഇപ്പൊ മൂപ്പര് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ കിതാബിലേക്ക്. അതവിടെ നിൽക്കട്ടെ, നിങ്ങളെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്തേ പ്രതികരിക്കാത്തത്? ഇഖ്തിലാഫുൽ ഹദീസ് ഇമാം ഷാഫിയുടെ കിതാബാണ്. ഇതിൽ പറഞ്ഞതെന്താ കേട്ടോ, വായിച്ചു തരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ നബി തങ്ങളുടെ ഒരാളും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ശാഫിഈ പറയുന്നു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, പോകുന്നതിൽ വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അമറൂഹുന്ന ബിഹി, കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ശ്രേഷ്ഠതയില്ലാതെ സ്ഥിരപ്പെടാത്ത വിഷയത്തിലേക്ക് പോകുന്നതോ കേട്ടോ, ഫദല്ല ആഹാദാ അലാ ഈ ഇബാറത്തിന്റെ തൊട്ട് മുമ്പ് ഇമാം ഷാഫി അതാ പറയുന്നു. എന്താ പറയുന്നത്? മിൻ അന്നഹാ നുഹിയത്ത്, പെണ്ണിനെ തടയപ്പെട്ടു, വിരോധിക്കപ്പെട്ടു. അനിസ്സഫരി, പോകലിനെ തൊട്ട്. ഫീമാലാ യൽസമുഹാ, സ്ത്രീകൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിന് പോകൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അതിന് ഫളിലില്ല. അത്തരം യാത്രകളിലേക്ക് പോകലുണ്ടല്ലോ, അത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഇമാമുന ശാഫിഈ
എന്താ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ഇബ്നു ഹജർ പറഞ്ഞ ജവാദല്ലേ, അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ആ ജവാദ് എപ്പോഴാണെന്നും അതിന്റെ ശേഷം പറഞ്ഞത് എന്താണെന്നും ഞങ്ങൾക്ക് ദർസ് നടത്തി തരാം. അതവിടെ കേട്ട ചോദ്യം ഷാഫി ഇമാമാണല്ലോ. ഷാഫി ഇമാമിന്റെ കിതാബാ വായിച്ചത്. തലശ്ശേരിയിലുള്ള മുജാഹിദ് പ്രവർത്തകരെ പഠിച്ചോ. ഷാഫി ഇമാം പറയുന്നു, പെണ്ണ് പള്ളിയിലേക്ക് പോകൽ അത് വിരോധിക്കപ്പെട്ടതാണ്. സ്വന്തം ഷാഫി ഇമാം, വേറെ ഒരു കിതാബുമല്ല. ഒന്നിൽ പെയ്ത് കൊടുക്കുന്നുണ്ട് ജബ്ബാർ മൗലവി, പക്ഷെ ഈ ഭാരത്ത് കണ്ടിട്ടില്ല. പിന്നെ ആ ദർസ് നടത്താൻ വന്നത് എന്താ മിണ്ടാത്തത്? ഒന്ന് വായിച്ചർത്ഥം പറ. ഇനിയിപ്പോ ഷാഫി ഇമാമിന്റെ കിതാബ് വിട്ട് ഇബ്നു ഹജറിലേക്കോ ഞങ്ങൾ അങ്ങോട്ട് വരാം. നാളെ ഇബ്നു ഹജർ എന്ത് പറഞ്ഞു എന്നൊരു വാദപ്രതിവാദം വെക്ക്, ഞങ്ങൾ തെളിയിച്ചു തരാം. എന്ത് ചെയ്യണം? ഇപ്പൊ ഷാഫി ഇമാമ പറഞ്ഞതാ വായിച്ചത്. ഇമാമുന ശാഫിഈ, ആ ഷാഫി ഇമാമ പറയുന്നു തടയരുത് എന്ന് പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ പെണ്ണും ഒരു പള്ളിയിലേക്കും മസ്ജിദുൽ ഹറാമല്ലാത്ത പള്ളിയിലേക്ക് പോകരുത്. അതിന് വിരോധമുണ്ട്. ഇമാമുന ശാഫിഈ എന്ത് പറയാനുണ്ട്? ഈ ഭാരത്ത് പഠിച്ചോ. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇനിയെങ്കിലും കണ്ടു പഠിച്ചോ. ഓരോന്ന് നിങ്ങൾ ഓരോ സംവാദത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു തരാ. ഇപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നു അറിയോ? ഇമാം ഷാഫി പറയുന്നു, സ്ഥിരപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പെണ്ണ് പോകൽ ആ പെണ്ണ് പോകൽ വിരോധിക്കപ്പെട്ടതാണ്. ഇപ്പൊ പരസ്പരം ചൂടാവാണ്. നിങ്ങൾ എന്തിനെ കൊടുക്കുന്ന മറ്റേ ചോദിക്കള്. എന്താ അവസ്ഥ? ഷാഫി ഇമാം ഉണ്ടല്ലോ, ഷാഫി ഇമാമാണ് പറയുന്നത്. ഇതാ പച്ച അറബിയിൽ, അറബി അറിയണം കേട്ടോ, വളരെ കൃത്യമാണ്. പിടിച്ചോ മുജാഹിദേ. ഇനി ഷാഫി ഇമാം പറഞ്ഞോന്ന് ചോദിച്ച് നടക്കണ്ട. സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പെണ്ണ് പുറത്തേക്ക് പോകൽ വിരോധിക്കപ്പെട്ടതാണെന്ന് ഇമാമുന ശാഫിഈ അതേ വലൗ കാന ലഹുന്ന ഫദ്ലുൻ, വല്ല ശ്രേഷ്ഠതയുമുണ്ടെങ്കിൽ തലശ്ശേരിക്കാർ പഠിച്ചോ. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? ഒരു ഫദ്ലുമില്ലാത്തതിലേക്ക് പോകലോ വിരോധിക്കപ്പെട്ടതാണ്. സ്വന്തം ഇമാം ഷാഫിയുടെ കിതാബ് ഇഖ്തിലാഫുൽ ഹദീസ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? എങ്ങനെയുണ്ട് സംവാദം? ഷാഫി ഇമാം പറഞ്ഞ് തെളിഞ്ഞില്ലേ? അതെ, കറക്റ്റ്. നിങ്ങളും പഠിച്ചോ. ഇനിമേൽ ഇതിന് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പൊ ചോദ്യമില്ല, ഉത്തരവില്ല, ഒന്നുമില്ല. ചോദ്യം വരെ മറന്നുപോയി. ഇമാം ഷാഫിഈ പറയുന്നു, ഒന്നുകൂടി കേട്ടോ, റസൂലുള്ള ഭാര്യമാരോട് കൽപ്പിച്ചില്ല, ഒരാളോടും പള്ളിയിൽ പോയില്ല. ആയിഷാ ബീവിയുടെ റൂം മിഹ്റാബിന്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും പോയില്ല. അതുകൊണ്ട് അത് വിരോധിക്കപ്പെടണം. എന്താ ഇമാം ഷാഫി പറഞ്ഞത്? സാബിത്തല്ല അല്ലേ? സാബിത്തല്ല. അതാ ഞാൻ ആദ്യം ഉസൂല് പഠിപ്പിച്ചത് നിങ്ങളെ. ഇമാം ഷാഫിയുടെ അഭിപ്രായം എങ്ങനെ സ്വീകരിക്കണം? ഇമാം ഷാഫി പറഞ്ഞു, ഹദീസ് സഹീഹായാൽ അതാ സ്വീകരിക്കേണ്ടത്. അതാ ഇമാം ഷാഫി പറഞ്ഞത് അല്ലേ? എന്നിട്ടെന്താ? സബത്തല്ല, സുബൂത്തല്ലേ? വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീല. ഒന്നും രണ്ടുമല്ല, ഇഷ്ടം പോലെ. അതാ ഇമാം ഷാഫി പറഞ്ഞത്. അതാ ഇമാം ഷാഫി മര്യാദ വിശദീകരിച്ചത്. നിങ്ങൾക്ക് പ്രയാസമായല്ലേ? ഞങ്ങൾ ഇമാം ഷാഫി പറഞ്ഞ കാര്യം ഞങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു, അത് തെറ്റായി മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരത് മനസ്സിലാക്കിയത് എന്ന് പറയാൻ ഞാൻ ഇബ്നു ഹജറിനെ വായിച്ചത്. അതിനാണ് ഞാൻ നവവിയെ വായിച്ചത്. നിങ്ങൾക്കത് വല്ലാതെ പൊള്ളിയല്ലേ? നിങ്ങൾ ഇമാം ഷാഫിയുടെ കിതാബ് ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾക്കത് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അർത്ഥം പറയാൻ അറിയില്ലെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാം ഇബ്നു ഹജർ മനസ്സിലാക്കി, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാം ബൈഹഖി മനസ്സിലാക്കി, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാം നവവി മനസ്സിലാക്കി. അതാ ഞങ്ങൾ തെളിയിച്ചു തന്നത് നിങ്ങൾക്ക്. എന്നിട്ടിപ്പോൾ ചോദ്യം മറന്നുപോയി. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ ഉത്തരവാദിയാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ ചെവിയിൽ എന്തോ കയറിക്കൂടിയിരിക്കുന്നു. നിങ്ങൾ അസ്വസ്ഥനായിരിക്കുന്നു. നിങ്ങൾക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ പ്രിയ സുഹൃത്ത് നൗഷാദ് ഹസ്സനി സഹതപിക്കുകയല്ലാതെ ഇപ്പോൾ നിങ്ങളോട് അശേഷം കാരുണ്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളും ഞാനും തമ്മിൽ വ്യക്തിപരമായ ഒരു വിഷയമാണെങ്കിൽ ഞാൻ വിടുമായിരുന്നു. ഇത് ദീനിന്റെ വിഷയമായി പോയില്ലേ? നിങ്ങളെ വിടാൻ എനിക്ക് കഴിയില്ല. എന്നോട് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നവവിയെ നിങ്ങൾ ശപിച്ചോളൂ, നിങ്ങൾക്കതേ കഴിയൂ. സദഖത്തുള്ളയെ വലിച്ചെറിഞ്ഞില്ലേ? ഓക്കെ, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരെ നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? അതേപോലെ
നബവിയെ വലിച്ചെറിയുക, ഇബ്നു ഹജറിനെ വലിച്ചെറിയുക, സ്വഹാബികളെ വലിച്ചെറിയുക, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചെറിയുക, അല്ലാഹുവിന്റെ റസൂലിനെ വലിച്ചെറിയുക. എന്നിട്ട് ഇലാ ജഹന്നമ സുമറ, നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നിങ്ങളങ്ങ് പോവുക എന്നല്ലാതെ മറ്റൊന്നും നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനില്ല. ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇസ്ലാമിക വിധി ഇമാം ശാഫിഈ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അനുയായി പ്രാർത്ഥിക്കുന്നു, അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദര, ഞാൻ എന്ത് ചെയ്യാൻ? ഞാനാണ് ഉത്തരവാദി. രണ്ട് കൈയും ഉയർത്തി നിങ്ങൾ കുറെ നേരമായില്ലേ പ്രാർത്ഥിക്കുന്നു? ഒരു രക്ഷയുമില്ല, തെളിവില്ല, പ്രമാണമില്ല. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. ഇതൊന്നും ഞാൻ പറയേണ്ടതില്ല. ചോദ്യമാണ് ആവർത്തിക്കുന്നത്. എന്താണ് പെരുന്നാൾ? അതേപോലെ